ഡിമാൻഡ് ചെയ്തില്ല. അതെ, ഡിമാൻഡ് ചെയ്തില്ല. ഇപ്പോഴാ ഡിമാൻഡ് ചെയ്തതെന്ന് എന്റെ മുമ്പിൽ ഇരുന്നോണ്ട് സംസാരിച്ചതാണ്. ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പൊ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരമ്മ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഇത്രയും സമയം എന്നോട് സംസാരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും ഇവർക്ക് പറഞ്ഞു വിടണമായിരുന്നു. അവരതിന് വേണ്ടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമേ എന്നോട് സംസാരിച്ചുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞോ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഓക്കെ കഴിഞ്ഞു. അവർ വിചാരിച്ച് ഞാനത് പറഞ്ഞത് കേട്ടിട്ട് പോകുമെന്ന്. പക്ഷേ ഞാനും അതിനെക്കുറിച്ച് അവർ പറഞ്ഞ ഓരോ വാക്കുകളെക്കുറിച്ച് അവരുടെ ആ പറച്ചിലിൻ്റെ സ്പീഡിനെ കുറിച്ചും ഞാനും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കപ്പം മനസ്സിലായി ഏകദേശം. പക്ഷേ ഞാനിത് എന്തുകൊണ്ട് നിങ്ങളിത് മുന്നേ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ മാം എന്നോട് പറഞ്ഞു നിങ്ങളത് ഡിമാൻഡ് ചെയ്തത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓൾറെഡി അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. ഓക്കെ, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തീരുമാനിച്ച തീരുമാനമായിട്ട് മുന്നോട്ട്, അതിനപ്പുറം യാതൊരു ഇതുമില്ല. അതായത് ഫിഷറീസ് വകുപ്പ് അധികൃതർ വന്ന് സംസാരിച്ചപ്പോഴാണോ നിങ്ങൾ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ തന്നെ പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് ആരാണ് സംസാരിച്ചത്? മാം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ടർ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. എല്ലാവരും നല്ല രീതി. പോലീസ് നല്ല ഇടപെടലാണോ? മാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും സൗകര്യങ്ങൾ നിങ്ങൾ മുന്നേ ഉപയോഗിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴല്ലേ ഡിമാൻഡ് ചെയ്തതെന്ന് ചോദിച്ചു. മാം നമ്മളോട് ആരും ഇതായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുമായിട്ടും കോപ്പറേറ്റ് ചെയ്തു, എല്ലാവരും എന്നോടും കോപ്പറേറ്റ് ചെയ്തു. ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഇവരുടെ ആ ഒരു ധൃതി കണ്ടപ്പോൾ തോന്നി ഇവർക്ക് എന്നെ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാനുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ അത് മുന്നേ ഉപയോഗിച്ചില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തത് ഇപ്പോഴല്ലേ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കാനുള്ള വർത്തമാനം ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ അതോടുകൂടി എനിക്ക് ആ ഒരു ഇത് നഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ വെളിയിലോട്ട്. ആരാണ് ഇങ്ങോട്ട് വരേണ്ടത്? മന്ത്രി വരിക, കളക്ടർ വരിക. ഏത് മന്ത്രിയാണ്? ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ സാർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാറ് വരട്ടെ, കളക്ടർ സാർ വരട്ടെ. ഈ ഫിഷറീസ് അധികൃതർ ഒരു അനുഭവവും ഇല്ലാതെയാണോ നിങ്ങളോട് സംസാരിച്ചത്? അല്ല, എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. എൻ്റെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. കമ്മീഷണർ സാറായാലും എല്ലാവരും എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. കാരണം വെച്ചാൽ എന്നോട് നല്ല രീതിയിൽ തന്നെ അവർ സംസാരിച്ചു. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. അത് എല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. അല്ല, ഇത്രയും ദിവസമായപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ സൗകര്യങ്ങൾ എന്നോട് അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ സൗകര്യം മുന്നേ പ്രയോജനപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു നമ്മളിപ്പോഴല്ലേ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് എന്നെ തളർത്തിക്കളഞ്ഞ ഒരു മറുപടി. എൻ്റെ കൂടെ മാം ഒരു ലേഡിയാണ്. അപ്പം സാധാരണ എന്നോടൊരു അനുഭാവപൂർവമായ ഒരു രീതിയിൽ സംസാരിക്കേണ്ടത് മാമാണ്. കാരണം എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് മാമാണ്. അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ആൻസർ ആ ഒരു ചോദ്യം എന്നെ അങ്ങ് തളർത്തിക്കളഞ്ഞു. എനിക്ക് വേറെ ഇനിയൊന്നും പറയാനില്ല. ഇനി എന്താണോ ഞാൻ 2 മണിക്ക് വന്ന ഞാൻ 2 മണി തൊട്ട് ഇവിടെ ഉണ്ട്. അതെ, ഞാൻ അംഗീകരിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളത് ഞാൻ ചോദ്യം ചോദിക്കുന്നവരുടെ എൻ്റെ ചോദ്യമാണിത്. അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ മൈൻഡാ. അതെന്താണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. വരട്ടെ, ഞാൻ സംസാരിക്കട്ടെ, എന്താ തീരുവെന്ന് ഞാൻ നോക്കട്ടെ. ഇല്ല, നിങ്ങൾ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതാവുന്ന ഫിഷറീസ് വകുപ്പൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷമമല്ലേ? കാരണം ഇപ്പോൾ ഈ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങിയത്. നമ്മളെ വീട്ടിലൊരു ദുരിതം വരുമ്പോൾ നമുക്കാരുമില്ല, ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ ഒരു മറുപടി ലഭിക്കുന്നു. എനിക്ക് ഇത് കേട്ടിട്ട് വിഷമം എന്നുള്ളതല്ല, ഒരു നിയമം, അതായത് ഒരു നിയമം. എനിക്കിപ്പോൾ ഞാനൊരാളിനോടൊരു സഹായം അഭ്യർത്ഥിച്ച് വന്നതല്ല. ഞാൻ എൻ്റെ ഭരണകൂടത്തോട്, അതായത് ഈ വകുപ്പ് മേധാവികളുടെ അടുത്ത് എന്നെ സംരക്ഷിക്കാനുള്ള കടമ ഉള്ളവരുടെ അടുത്താണ് ഞാൻ വന്നത്. അല്ല ഞാൻ എന്നെ സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല. കാരണം എന്നെ സംരക്ഷിക്കേണ്ട ചുമതല ഉള്ളവരുടെ മുമ്പിലാണ് ഞാനിരുന്നത്. അപ്പോൾ അവരത് പറയുമ്പോൾ എനിക്ക് വിഷമമല്ല ഉണ്ടായത്. എനിക്ക് എൻ്റെ ഭരണകൂടത്തോടെ വിശ്വാസ തകർച്ചയാണ്. അതല്ലാതെ എനിക്ക് വിഷമമല്ല. ഇത്രയും ഇതായിട്ട് നിന്ന് സംസാരിക്കാനുള്ള വിൽ പവർ എനിക്കുണ്ടെങ്കിൽ ഒരാളുടെ വാക്കിലൊന്നും ഞാൻ ഇതാവത്തില്ല. പക്ഷേ ആ ഒരു വിശ്വാസക്കുറവ്, അതായത് എൻ്റെ ഭരണകൂടം, എൻ്റെ വകുപ്പിൽ എനിക്ക് എന്ത് സംരക്ഷണം, എൻ്റെ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന വിഭാഗം പോലും അതിന് വേണ്ടുന്ന ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെ വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു മറുചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. എനിക്കത് എൻ്റെ വാക്കെന്നെ വിഷമിപ്പിച്ചു എന്നുള്ളതല്ല, എനിക്ക് ആ ഒരു ഭരണകൂടത്തുള്ള ഒരു വിശ്വാസ തകർച്ച സംഭവിച്ചു. ഈ തിരച്ചിലിനെ കുറിച്ച് ഇവരെന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്താണ് അവർ ഫിഷറീസ് വകുപ്പ് പറയുന്നത്? അപ്ഡേഷൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് അവർക്ക് പരിധികളുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് അവർ അന്വേഷിച്ച് കഴിഞ്ഞു, അതാണ് പറയുന്നത്. ആ അന്വേഷണ പരിമിതി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ പോരാ, എനിക്ക് സൗകര്യങ്ങൾ വിപുലീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇന്ന സംവിധാനങ്ങൾ എനിക്ക് വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞതെല്ലാം ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു തടസ്സം പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞു. പക്ഷേ പറഞ്ഞ കൂട്ടത്തിൽ അപ്പം ഇത്രയും സംവിധാനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാവുന്നൊരു ഷുവർട്ടി കിട്ടിയപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും സംവിധാനങ്ങൾ നിങ്ങൾ മുന്നേ ഉപയോഗിച്ചില്ല? ഇപ്പം ഇന്ന് 6-7 ദിവസം കഴിഞ്ഞു, നാളെ ആകുമ്പോൾ 8ാമത്തെ ദിവസം, എന്തുകൊണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലെന്ന്. ആ വാക്കാണ് എന്നെ തളർത്തിയത്. വിഷമിപ്പിക്കുകയല്ല ചെയ്തത്, ഒരു വിശ്വാസം. ഭരണകൂടം അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ ഡിമാൻഡ് ചെയ്താലേ തിരികെ. അതാണ് നമ്മൾ ഇതെന്തോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അതുപോലെ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ട് 7 ദിവസം കൊണ്ട് എൻ്റെ മോൻ വെള്ളത്തിൽ കിടന്ന് ഓടുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവാൻ പറ്റിയത്. അല്ലെങ്കിൽ എൻ്റെ മോൻ എവിടെയോ തറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഈ സംഭവിച്ച ദിവസം വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ആവശ്യപ്പെട്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മോൻ്റെ ബോഡി കിട്ടിയേനെ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് എനിക്ക് സംസാരത്തിൽ നിന്നും മനസ്സിലായത്. ഞങ്ങളായിട്ടൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ വന്ന് ചോദിച്ചോ, അപ്പം ഞങ്ങൾ ചെയ്തു തരും. അതെ, അതാണ് അവരുടെ